എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സാക്കുറ ആയിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ ബാത്റൂമിൽ ഇരുന്ന് അവൾ പണ്ടെടുത്ത ആ ഒരു പിക്ചേഴ്സ് അത് മുഴുവനായിട്ട് നോക്കി അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കും. ആക്ച്വലി അവളുടെ ഇഷ്ടത്തോടുകൂടെ തന്നെയാണ് അവൾ ഇത്തരത്തിലുള്ള സെമി ന്യൂഡ് പിക്സ് ഒക്കെ നെറ്റിൽ അപ്ലോഡ് ചെയ്തത്. അവൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കമന്റ്സ് വായിക്കുന്നതും എല്ലാവരും അവൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും അവളോട് ക്രഷ് തോന്നുന്നതും ഒക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഇതൊന്നും റിയൽ ലൈഫിൽ സംഭവിക്കാൻ പാടില്ല എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. വെറും ഒരു നേരം പോക്ക് മാത്രമാണ് അവൾക്കിത്. അതുകൊണ്ട് തന്നെയാണ് ആരെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ ഒരു കണ്ണാടിയൊക്കെ വെച്ച് അവളെ തന്നെ പുറകിലോട്ട് വലിക്കുന്നത്. അവളിപ്പോ ബാത്റൂമിൽ നിന്നിറങ്ങി അവളുടെ സേഫ് ലോക്കറിനടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ലോക്കറിനുള്ളിൽ ആരൊക്കെ ചില ഫോട്ടോസ് വെച്ചതായിട്ട് കാണുക. അവളത് ഓപ്പൺ ചെയ്യും. ഇതിൽ അവള് കുഷീനയുടെ കൂടെ നിൽക്കുന്നതും ഹീറോയുടെ കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആവും. അവൾക്ക് പിടിയിട്ടും ആരോ ഒരാള് അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾ പേടിച്ച് കരയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഹീറോയിനും മറ്റൊരു ഭാഗത്ത് ഹീറോയിനും അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും എവിഡൻസ് അത് നമ്മുടെ ചെമ്പമുടിയെ രക്ഷിക്കാൻ കിട്ടുമോ എന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോഴായിരിക്കും ഹീറോയിനൊരു ബുദ്ധി വിളിച്ചുണ്ടായി അവൾ അവിടുന്ന് കടന്നു പോവുക. ഇപ്പൊ സമയം കഴിയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇപ്പോ സാക്കുറയുടെ അടുത്തേക്ക് വരും. അവളോട് ഗുഡ് മോർണിംഗ് പറയും. അവളാണെങ്കിൽ അത് കേട്ട് പേടിക്കും. അയ്യോ ഇല്ല, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞാനാണ്. ഇനി നീ ആരോട് സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. നീ ഓൾറെഡി നമ്മുടെ ചെമ്പമുടിയനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. കുഷീനയ്ക്കാണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്ന കാര്യം അത് ഹീറോയോട് പറയണമെന്നുണ്ട്. അത് അവൾ ഹീറോയോട് പറയാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഹീറോയുടെ മൊബൈലിലേക്ക് ഇപ്പൊ കുഷീന അയച്ച ഒരു മെയിൽ വരും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ സാക്കുറയോട് ബൈ ബൈ പറഞ്ഞ് ചെമ്പമുടിയൻ ഫൈറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് വരും. കുഷീന ഓൾറെഡി ചെമ്പമുടിയനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ 3 പേരെ അവരെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. സോ അവർ 3 പേരും കുഷീനെ കാണാനുള്ള ആവേശത്തിൽ അവിടേക്ക് ഓടി വരുമ്പോൾ കാണുക സാക്ഷാൽ നമ്മുടെ ഹീറോയെ ആയിരിക്കും. അവരാണെങ്കിൽ ടെൻഷനായിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത് കുഷീനാണ്, അവളെവിടെ? ഹീറോ ആണെങ്കിൽ അത് കേട്ട് അവരെ നോക്കി ചിരിക്കും. കുഷീനയല്ല, ഞാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞിട്ടാണ് അവൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഇവിടേക്ക് വിളിപ്പിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളൊന്ന് ചുറ്റും നോക്ക്. അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവരുടെ ശ്രദ്ധയിൽ അവിടെ ക്യാമറ പെടുക. ഉടനെ ഹീറോയിൻ അവിടേക്ക് വന്നു പറയും, ആക്ച്വലി ഇപ്പോൾ നടക്കുന്നതും കഴിഞ്ഞ ദിവസം നടന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഈ ക്യാമറയിൽ റെക്കോർഡറാണ്. സോ മര്യാദയ്ക്ക് നിങ്ങൾ സത്യം എന്താന്ന് തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതല്ല എങ്കിൽ ഈ എവിഡൻസ് അത് കറക്റ്റായിട്ട് ഞങ്ങൾ ഈ സ്കൂളിലുള്ള എല്ലാവരുടെയും മുൻപിൽ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ ഈ എവിഡൻസ് കാണിച്ചാലും സൂഡോ അവൻ നിങ്ങളെ തിരികെ തല്ലിയതുകൊണ്ട് തന്നെ അവനെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലായിരിക്കും. നുണ പറഞ്ഞതിനും ജോഡോയെ പ്രൊവോക്ക് ചെയ്ത് അവനെ തല്ലിയതിനും നിങ്ങളെ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ നിന്നും പുറത്താക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും 100% അറിയാം. ഹീറോ പറയുന്നത് കേട്ട് ഇപ്പൊ അവർക്ക് പേടിയാവും. ആക്ച്വലി ആ 3 പേരിൽ ഒരുത്തനാണ് നേതാവ്. അവനാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. ഹീറോ വീണ്ടും പറയും, ഓൾറെഡി ചെയർമാൻ അടക്കം ഈ കാര്യങ്ങളെല്ലാം അവരറിഞ്ഞതാണ്. സോ ഒരു ദിവസം നിങ്ങൾക്ക് സമയം നൽകിയത് നിങ്ങളുടെ സത്യസന്ധത അത് ബോധ്യപ്പെടുത്താനാണ്. സോ മര്യാദയ്ക്ക് നടന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ചാൻസിലെങ്കിലും സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അത് കേട്ട് ആ ലീഡർ ഒഴിച്ച് ബാക്കി 2 പേര് അവരാണെങ്കിൽ നടന്ന സംഭവം പറയാൻ തയ്യാറാവും. ലീഡർ ആണെങ്കിൽ അപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ പറയും, നിങ്ങളിനി കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ഈ കംപ്ലൈന്റ് കൊടുത്തത് നിങ്ങളാണ്. സോ നിങ്ങൾ തന്നെ ഇത് പിൻവലിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. സൂഡോയ്ക്കും പ്രോബ്ലം ഇല്ല, നിങ്ങൾക്കും പ്രോബ്ലം ഇല്ല, ആരുടെയും പോയിന്റ്സും നഷ്ടാവില്ല. ആ ലീഡർ ആണെങ്കിൽ ഉടനെ ഫോണൊക്കെ എടുത്ത് ആരെയും വിളിക്കാൻ ട്രൈ ചെയ്യും. അത് കണ്ട് ഹീറോയിൻ ആ ഫോൺ തട്ടിപ്പറിക്കും. നിനക്കെന്താ സ്വന്തമായിട്ട് യാതൊരു ഡിസിഷനും ഇല്ലേ? ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അത് നീയാണ്. അവൻ ടെൻഷനായി ഇപ്പൊ അവളുടെ കോളറിൽ പിടിച്ച് അവളെ ഇടിക്കാൻ തുടങ്ങും. ഉടനെ അവൾ ക്യാമറ ചൂണ്ടിക്കാണിച്ച് പറയും, ഇപ്പോഴും നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ സത്യം പറയാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇതടക്കം എല്ലാം ഈ സ്കൂളിലുള്ള സ്റ്റുഡൻസ് കാണും. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ സത്യം തുറന്നു പറയാൻ സമ്മതിക്കും. കട്ട് ചെയ്ത ഇവിടെ സാക്കുറ. അവളെ ആണെങ്കിൽ ഇപ്പൊ ആരോ ഒരാൾ ഫോളോ ചെയ്യാണ്. അത് മനസ്സിലാക്കി സാക്കുറ അവൾ സ്പീഡിലോടും. അതേസമയം നമ്മുടെ ഹീറോയും ക്ലാസ് ബിയിലുള്ള ഈച്ചിനോസും അവർ 2 പേരും കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ആക്ച്വലി ഹീറോയും അവർ 2 പേരും ചേർന്ന് നടത്തിയ പ്ലാനാണ് ആ ക്യാമറ. സത്യത്തിൽ അങ്ങനെ ഒരു ക്യാമറയൊന്നും അവിടെ ഇല്ല. ആ ക്യാമറ മുഴുവൻ കൊടുത്തത് ഈച്ചിനോസ് ആണ്. അത് തിരികെ കൊടുക്കാനാണ് ഹീറോ ഇപ്പോ അവളുടെ അടുത്തേക്ക് വന്നത്. അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അതിന് ഹീറോ പറയും, ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, ഹീറോയിൻ്റെതാണ്, അവളുടെ ഐഡിയ ആണ്. സോ അതിനൊത്ത് ഞാൻ നിന്നോന്ന് മാത്രം പറയുമ്പോ പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് സാക്കുറയുടെ കോള് വരും. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറയുമ്പോഴേക്കും ഓപ്പോസിറ്റ് സാക്കുറയുടെ
ചെറിയൊരു അരങ്ങുന്ന ശബ്ദം മാത്രമേ കേൾക്കൂ. അടുത്ത സെക്കൻഡ് ആ കോള് കട്ടാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സാക്കുറയെ കാണിക്കും. അവളിപ്പോ ആരോ മുഖവും കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് എവിടെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അത് ചെയ്തത് മറ്റാരുമല്ല, അവൾ ക്യാമറ റിപ്പയർ ചെയ്യാൻ കൊടുത്ത ആ ഷോപ്പിലെ സർവീസ് മാൻ തന്നെയാണ്. ആക്ച്വലി ഇവൻ തന്നെയാണ് അവളെ ഇത്രയും നാളും ഫോളോ ചെയ്തതും ആ ഒരു ഫോട്ടോസ് മുഴുവൻ അവളുടെ ലോക്കറിൽ വെച്ചതും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിനാ എന്നെ കണ്ട് ടെൻഷൻ ആവുന്നേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീയാണ് നിന്റെ ഹാഫ് നേക്കഡ് ഫോട്ടോ അത് നെറ്റിൽ അപ്ലോഡ് ചെയ്തതെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം അത് ഞാൻ ഇന്ന് നിന്നെ അറിയിക്കുന്നു പറഞ്ഞ് അവനിപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയിൻ ഫോൺ എടുത്ത് ഹീറോയെ വിളിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ ആ ഫോൺ തട്ടിത്തെറിപ്പിക്കും. കറക്റ്റ് സമയത്ത് ഇപ്പൊ ഹീറോ അവിടേക്ക് ചാടി വീഴും. അവനാണെങ്കിൽ അത് ഫോട്ടോ എടുക്കും. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് അവനോട് പറയും, നാളത്തെ ന്യൂസ് പേപ്പറിലും TV ചാനലുകളിലും ഇതായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ്. ഒരു കാരണവശാലും ഇപ്പൊ നീ ചെയ്തതിന് നീ നന്നായിട്ട് അനുഭവിക്കാതിരിക്കില്ല. അവനാണെങ്കിൽ ഹീറോയുടെ കൈ തട്ടിമാറ്റി ഓപ്പോസിറ്റ് സൈഡിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉടനെ ഈച്ചിനോസ് അവൾ ചാടി വീണ് അവനെ തടയും. അവൾ പറയും, നീ ദൂരേക്ക് നോക്ക്, അവിടെ മുഴുവൻ ക്യാമറയാണ്. ഓൾറെഡി ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞു. അവളത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തും. പോലീസ് വന്ന് അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവൻ നിലവിളിച്ചു പറയും, ഞാനും ആ സാക്കുറയും ഞങ്ങൾ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്. എന്റെ പെർമിഷനോട് കൂടെയാണ് അവൾ ഇന്റർനെറ്റിൽ ആ പിക്കെല്ലാം ഇട്ടത്. അതൊക്കെ കണ്ട് കൂടുതൽ ഞാൻ അവളുടെ ഫാനായി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഡിസിഷനാണിത്. സോ ഇതില് യാതൊരു തെറ്റുമില്ല. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല. ഉടനെ സാക്കുറ അവൾ ദേഷ്യപ്പെട്ട് പറയും, അവൻ കള്ളം പറയാണ്. ഞാനും അവനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അവനാണ് എന്റെ പിന്നാലെ വന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അവൻ ഒരു കാരണവശാലും ഇതിന് നല്ലൊരു പണിഷ്മെന്റ് കിട്ടാതെ രക്ഷപ്പെടാനായിട്ട് പാടില്ല. അവനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ഉടനെ പോലീസ് അവനെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. സാക്കുറ അവളിപ്പോൾ ഹീറോയെ നോക്കും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കഥ അവൻ എന്നെ നശിപ്പിച്ച് കളഞ്ഞേനെ. ആക്ച്വലി നിന്നോട് ഞാനൊരു കാര്യം മറച്ചു വെച്ചു. അതെനിക്ക് പലതവണ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് നിന്നോട് പറയാൻ കഴിഞ്ഞില്ല. നീ എന്നോട് ക്ഷമിക്കണം. അവളാണെങ്കിൽ കണ്ണാടി അയച്ച്, ഇതാണ് എൻ്റെ റിയൽ ഫേസ്. നിന്നെ നോക്കാൻ എനിക്ക് ഈ കണ്ണാടിയുടെ ആവശ്യമില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ ചെമ്പമുടിയൻ അവിടേക്ക് വരികയാണ്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും, നിങ്ങളാണ് എന്നെ ഒരുപാട് സഹായിച്ചത്. നിങ്ങൾ കാരണം അവര് കംപ്ലൈൻറ്റ് അത് ക്യാൻസൽ ചെയ്തു. എനിക്കിനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവനോടൊന്ന് മടങ്ങിപ്പോവും. കട്ട് ചെയ്താ ഇപ്പൊ ഹീറോയിനും ടീച്ചറും. അവരാണെങ്കിൽ ടീച്ചർ അവളോട് പറയും, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ക്ലാസ് എയിലേക്ക് പോകണം എന്നതല്ലേ? ക്ലാസ് എയിലേക്ക് അത്ര എളുപ്പം ആർക്കും പോകാൻ പറ്റില്ല. വളരെ ഇൻ്റലിജൻറ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ആ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റൂ. നമ്മുടെ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും ഇൻ്റലിജൻറ്റ് അത് ഹീറോ ആണ്. അത് നമ്മുടെ കഥാനായകൻ ഹീറോ അയനക്കോച്ചിയാണ്. ടീച്ചർ പറയും, അവൻ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ പ്രസിഡന്റ് കടന്നു വരികയാണ്. ആള് പറയും, ഓ നീ ഒരു വിധത്തില് ആ കംപ്ലൈന്റ് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചല്ലേ? ഹീറോ പറയും, അതൊന്നും എൻ്റെ ബുദ്ധിയല്ല, നിന്റെ സിസ്റ്ററിന്റെ ബുദ്ധിയാണ്. പക്ഷെ അവന് നന്നായിട്ട് അറിയാം നമ്മുടെ ഹീറോയുടെ ബുദ്ധി തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിന്ന്. അവനാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, സ്കൂളിലിപ്പോ ഒരു സെക്രട്ടറി സ്ഥാനം ഫ്രീ ആയിട്ടുണ്ട്. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ആ ഒരു സ്ഥാനം ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അതപ്പം തന്നെ നിരസിക്കും. അത് കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇപ്പൊ ഹീറോയിനെയും കൂട്ടി റൂമിലേക്ക് നടക്കുകയാണ്. ഉടനെ ഹീറോയിൻ അവൾ അവന്റെ കൈ പിടിച്ച് ചോദിക്കും, സത്യം പറയ്, നീ ആരാണ്? നിന്റെ പുറകില് എന്തൊക്കെയോ ചില നിഗൂഢതകളുണ്ട്. പല കാര്യങ്ങളും നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. അതിന് ഹീറോ പറയും, നീ ഒരേ ഒരു കാര്യം മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. നിനക്ക് തന്ന വാക്ക്, നിന്നെ ഞാൻ ഡിവിഷൻ എയിലേക്ക് അവിടേക്ക് കൊണ്ടുപോയിരിക്കും. അതിൽ കൂടുതലായിട്ട് ഭാരിച്ച ഒരു കാര്യങ്ങളും നീ ചോദിക്കാനോ അറിയാനോ പാടില്ല എന്ന് ഹീറോ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.